ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഈ അക്ഷയ തൃതീയ മുതൽ ഈ വൈശാഖ മാസത്തിലെ എല്ലാ ദിവസവും ഇവിടെ ഭാഗവതത്തെ ആസ്പദമാക്കിയുള്ളതായ പ്രഭാഷണങ്ങൾ നടക്കും. എന്താണ് ഭാഗവതം? അത് മഹാപുരാണങ്ങളിൽ ഒന്നാണ്. വ്യാസഭഗവാൻ വിരചിച്ചതാണ്. പരമാത്മാവിൽ നിന്നിട്ട്, നിർഗുണ നിരാകാര ബ്രഹ്മത്തിൽ നിന്നിട്ട്, വാസുദേവകൃഷ്ണനിൽ നിന്നിട്ട് ഭാഗവതം ബ്രഹ്മാവിനെ ലഭിച്ചു. ബ്രഹ്മാവിൽ നിന്നിട്ട് നാരദനെ ലഭിച്ചു. നാരദിൽ നിന്നിട്ട് അത് വ്യാസഭഗവാന് ലഭിച്ചു. വ്യാസനിൽ നിന്നിട്ട് ശുകബ്രഹ്മർഷിക്ക് ലഭിച്ചു. ശുകബ്രഹ്മർഷിയിൽ നിന്നിട്ട് അത് നേരിട്ട് ലഭിക്കുന്നു പരീക്ഷത്തിന്. അതാണ് ഭാഗവതത്തിലെ ഈ കഥാഖ്യാനത്തിൻ്റെ അടിസ്ഥാന കഥാരംഗം. 7 പകലുകൾ കൊണ്ട് ശുകബ്രഹ്മർഷി ഭാഗവത കഥ മുഴുവൻ പരീക്ഷത്തിനെ കേൾപ്പിച്ചു. ആരാ പരീക്ഷിത്ത്? പരീക്ഷിത്ത് അർജുനന്റെ പുത്രനായിരിക്കുന്ന അഭിമന്യുവിൻ്റെ മകൻ. അദ്ദേഹമാണ് പരീക്ഷിത്ത്. ശ്രീകൃഷ്ണന്റെ അനന്തിരവനാണ് അഭിമന്യു. നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് പരീക്ഷിത്ത്, പാണ്ഡവരുടെ പിന്തുടർച്ചക്കാരൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലുതായൊരു പ്രതിസന്ധിയിൽ മരണം മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഏത് ദിവസം മരണം സംഭവിക്കുമെന്നുള്ള കൃത്യമായ അറിവ് അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായതായ മാനസികമായിട്ടുള്ള പ്രതിസന്ധി അത് വളരെ വലുതാണ്. ആർക്കും അത് താങ്ങാനാവില്ല. ഈ ലോകത്തിലെ എല്ലാ ജീവരാശിയും മരണത്തെ ഭയക്കുന്നു. ആ മരണം എന്ന് വരുമെന്ന് ആർക്കും അറിയില്ല. പക്ഷെ അത് എന്ന് വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ ആ ജീവിതം ദുഃഖമയമായി തീരും. മരണം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് എന്ന് വരുമെന്ന് അറിഞ്ഞാൽ ആകെ ദുഃഖമയമായി തീരും. അങ്ങനൊരു അവസ്ഥയിൽ 7-ാം ദിവസം വൈകുന്നേരം അത് സംഭവിക്കും എന്ന് പരീക്ഷിച്ചറിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് മോചിക്കാനുള്ള മാർഗം എന്താണ് അദ്ദേഹം ആരാഞ്ഞു. അതിനു വേണ്ടിയിട്ട് പ്രഗത്ഭന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരെയും എല്ലാവരെയും വരുത്തി. എന്നിട്ട് അദ്ദേഹം ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി, തക്ഷകനിൽ നിന്നിട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി, ആ ദംശനത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു ഗംഗാനദിയുടെ നടുവിൽ ഏകസ്തംഭത്തിൽ ഒരു വലിയൊരു മാളിക നിർമ്മിച്ച് അതിലിരിക്കുകയാണ് എല്ലാ സുരക്ഷിതത്വങ്ങളോടും കൂടി. അപ്പോൾ ആ ദുഃഖത്തിൽ നിന്നിട്ട് പരീക്ഷത്തിന് മോചനം കൊടുക്കാൻ അവിടെ വ്യാസഭഗവാന്റെ പുത്രനും വ്യാസഭഗവാന്റെ ശിഷ്യനുമായിരിക്കുന്ന ശുകബ്രഹ്മർഷി ആരും പ്രത്യേകിച്ച് ആവശ്യപ്പെടാതെ തന്നെ എത്തിച്ചേരുന്നു. നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ടുള്ള ഈശ്വര ചിന്ത ഉദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പകർന്നു തരുന്നതിന് വേണ്ടിയിട്ട് ഗുരുനാഥൻ എത്തിച്ചേരും. സാക്ഷാൽ ശുകബ്രഹ്മർഷി ഞാൻ ബ്രഹ്മം തന്നെയാണ്, അഹം ബ്രഹ്മാസ്മി എന്ന് അനുഭവിച്ചറിയുന്ന ശുകബ്രഹ്മർഷി അദ്ദേഹം തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു പരീക്ഷത്തിന് ഈ പ്രപഞ്ചത്തിൻ്റെ സർവരഹസ്യങ്ങൾ. ഈ ലോകം ഉണ്ടാകുന്നത് വാസുദേവകൃഷ്ണനിലാണ്, ഗുരുവായൂരപ്പനിലാണ്. ഈ ലോകം നിലനിൽക്കുന്നത് ഗുരുവായൂരപ്പനിലാണ്. ഈ ലോകം ലയിക്കുന്നത് ഗുരുവായൂരപ്പനിലാണ്. ആ ഗുരുവായൂരപ്പനാണ് പരമസത്യം. അദ്ദേഹം മാത്രമേ ഉള്ളൂ.
ഈ ലോകത്തിൽ കാണപ്പെടുന്ന എല്ലാം ആ ഗുരുവായൂരപ്പൻ്റെ സങ്കല്പത്താൽ, ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തിൻ്റെ സങ്കല്പത്താൽ, ആ വാസുദേവകൃഷ്ണൻ്റെ സങ്കല്പത്താൽ അദ്ദേഹത്തിൻ്റെ തന്നെ മായ പ്രവർത്തിച്ചിട്ട് അദ്ദേഹത്തിൽ ഉണ്ടാക്കി കാണിക്കുന്ന ദൃശ്യങ്ങളാണ്. എണിയാൽ തീരാത്തതായ ബ്രഹ്മാണ്ടങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. എത്ര ബ്രഹ്മാണ്ടമെന്ന് പറയാൻ പറ്റില്ല, അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ. അങ്ങനെയുള്ള ബ്രഹ്മാണ്ടങ്ങളിൽ ഓരോന്നിലും എത്രയോ നക്ഷത്രങ്ങൾ, അതിന് ചുറ്റും എത്രയോ ഗ്രഹങ്ങൾ. അങ്ങനെയുള്ളൊരു നക്ഷത്രത്തിൻ്റെ ചുറ്റും, നമ്മൾ സൂര്യൻ എന്ന് വിളിക്കുന്ന നക്ഷത്രത്തിൻ്റെ ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്ന ഭൂമി എന്നുള്ള ഈ ഗോളത്തിൽ, അതിൻ്റെ ഒരു കോണിൽ വസിക്കുന്നവരാണ് നമ്മൾ. വലിയൊരു ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു ചെറിയൊരംശം. വാസുദേവകൃഷ്ണൻ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെയും കടന്ന് അനാദി അനന്തമായിട്ട് വ്യാപിച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിൽ ഇത് മുഴുവൻ ഉണ്ടാകുന്നു, അദ്ദേഹത്തിൽ ഇത് മുഴുവൻ നിലനിൽക്കുന്നു, അദ്ദേഹത്തിൽ ഇതെല്ലാം ലയിക്കുന്നു. എല്ലാ മനുഷ്യരും, മൃഗങ്ങളും, സൂര്യനും ചന്ദ്രനും, നക്ഷത്രങ്ങളും നക്ഷത്ര സമൂഹങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ. നമ്മുടെ ശരീരത്തിലെ കണ്ണും കൈയും കാലും തലയും ഒക്കെ ഉള്ളതുപോലെ ഇതെല്ലാം കണ്ണും കൈയും കാലും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അതേപോലെ ഇതെല്ലാം, ഈ കാണായതെല്ലാം നമ്മൾ ലോകത്തിൻ്റെ ഒരു അംശമേ കാണുന്നുള്ളൂ. അനന്തമായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. അങ്ങനെ നാം കാണാതെയും വ്യാപിച്ചു കിടക്കുന്ന ഈ അനന്ത ജഗത്ത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഭാഗമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു നേരിയൊരംശമാണ്. അതുകൊണ്ട് ഉപനിഷത്ത് നമ്മോട് പറഞ്ഞു തന്നു, തത് ത്വമസി എന്ന്, അത് നീയാകുന്നു. ആ വാസുദേവകൃഷ്ണൻ നീയാകുന്നു. ഛാന്തോക്യ ഉപനിഷത്ത് നമ്മോട് പറഞ്ഞു തരികയാണ്, ആ വാസുദേവകൃഷ്ണൻ നീയാകുന്നു. അദ്ദേഹത്തിന് ജനനമില്ല, അദ്ദേഹത്തിന് മരണമില്ല, അദ്ദേഹത്തിന് രോഗമില്ല, വാർദ്ധക്യമില്ല, ദുഃഖമില്ല, ദൗർബല്യമില്ല, ഒന്നുമില്ല. ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ അദ്ദേഹമുണ്ട്, ലോകം ഉള്ളപ്പോഴും അദ്ദേഹമുണ്ട്, ലോകം ലയിച്ചു കഴിഞ്ഞാലും അദ്ദേഹമുണ്ട്. ഈ ലോകത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ഉടമ്പുഴം നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹം ഇല്ലാത്തതായിട്ട് ഒരിടവുമില്ല. നമ്മൾ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തെയാണ് നോക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ കാണാനുള്ള കണ്ണിൻ്റെ ശേഷി നമ്മൾ നേടിയിട്ടില്ല. അത് നേടിയാൽ നമുക്ക് കാണാം. പകരം ഈ കണ്ണുകൊണ്ട് നമുക്ക് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ പദാർത്ഥങ്ങളെ, ഈ ലോകദൃശ്യങ്ങളെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ അനാദി അനന്തമായി നിറഞ്ഞു നിൽക്കുന്ന മാറ്റമില്ലാത്തതായ ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തെ, വാസുദേവകൃഷ്ണനെ നേരിട്ട് കാണണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളതായ ആ കണ്ണിൻ്റെ ശക്തിയെ, കാണാനുള്ള ശക്തിയെ, ഉള്ളിലേക്ക് നോക്കി കാണാനുള്ള ശക്തിയെ നാം വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അക്ഷയ തൃതീയ പോലുള്ളതായ ദിവസങ്ങളിലെ അനുഷ്ഠാനങ്ങൾ. അതാണ് വാസുദേവകൃഷ്ണനെ അത് കാണിച്ചു തരും. അക്ഷയമായിരിക്കുന്ന അവസ്ഥയെ അത് പഠിപ്പിച്ചു തരും. ഒരിക്കലും നശിക്കാത്തതായ നിർഗുണ നിരാകാര ബ്രഹ്മമാണ് നീ, തത് ത്വമസി, ആ ബ്രഹ്മം നീയാകുന്നു എന്നത് പഠിപ്പിച്ചു തരും. അതിന് ഈ ദിവസത്തെ അനുഷ്ഠാനങ്ങളെല്ലാം നമുക്ക് പ്രയോജനപ്പെടുന്നു. ഈ ക്ഷേത്ര ദർശനം നമുക്ക് പ്രയോജനപ്പെടുന്നു. ഭാഗവതാദി മഹാഗ്രന്ഥങ്ങളുടെ പാരായണം നമുക്ക് പ്രയോജനപ്പെടുന്നു. അതിൻ്റെ പഠനം നമുക്ക് പ്രയോജനപ്പെടുന്നു. അങ്ങനെ ഈ മഹാരഹസ്യം ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് പഠിപ്പിച്ചു കൊടുത്തു. നിനക്ക് മരണമില്ല എന്ന്. നീ നിർഗുണ നിരാകാര ബ്രഹ്മമാണ്, വാസുദേവകൃഷ്ണൻ തന്നെയാണ്. ഈ കാണുന്നതായ ലോകമോ, ഇപ്പൊ നമ്മൾ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ കാണാതായ ലോകമോ, ഒരു ചോദ്യം വരാം. ഈ ലോകം വാസുദേവകൃഷ്ണൻ തന്നെ, കൃഷ്ണന്റെ വിശ്വരൂപം. ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിൽ നമ്മൾ നേരിട്ട് ഭഗവാന്റെ വിശ്വരൂപം കാണും. അത് പഠിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ മഹാഭാരതത്തിലെ, ഗീതയും മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലുള്ളതാണ്. മഹാഭാരതത്തിലെ യുദ്ധത്തിന് മുമ്പുള്ളതായ ആ സന്ദർഭത്തിൽ, ഉദ്യോഗപർവം, അവിടെ ഭഗവാൻ സന്ധി സംഭാഷണത്തിന് കൗരവ സൈന്യത്തിൻ്റെ നടുവിൽ ഇരിക്കുന്ന ആ രാജാക്കന്മാരുടെ, കൗരവ രാജാവിൻ്റെ സമീപത്ത് പോകുന്നുണ്ട് ഹസ്തിനാപുരത്ത്. ആ അവസരത്തിൽ ഭഗവാനെ പിടിച്ചു കെട്ടിക്കളയാമെന്നുള്ള തെറ്റിദ്ധാരണയിൽ ദുര്യോധനാദികൾ ഭഗവാന്റെ നേരെ പിടിച്ചു കെട്ടാൻ ചാടുന്നതും
എന്നാൽ എന്നെ പിടിച്ചു കെട്ടാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ പിടിച്ചു കെട്ടിക്കൊള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് താൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നതും നാം ശ്രദ്ധിക്കും, നാം കാണും. എന്താ? എണ്ണിയാൽ തീരാത്ത തലകളും എണ്ണിയാൽ തീരാത്ത കണ്ണുകളും എണ്ണിയാൽ തീരാത്ത കാതുകളും എണ്ണിയാൽ തീരാത്ത കൈകളും എണ്ണിയാൽ തീരാത്ത പാദങ്ങളുമായിട്ട് സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായിട്ട് വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാന്റെ വിശ്വരൂപം. ബ്രഹ്മാവും വിഷ്ണുവും മഹാദേവനും എല്ലാ ദേവന്മാരും 30 കോടി ദേവന്മാരും അതേപോലെ തന്നെ യക്ഷന്മാരും കിന്നരന്മാരും കിംപുരുഷന്മാരും സിദ്ധാന്തന്മാരും ചാരണന്മാരും എല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന കാണാം. ഈ ഭൂമിയിൽ വസിക്കുന്ന നമ്മളും അതിന് താഴെയുള്ള അതലവിതലാദി ലോകങ്ങളും അവിടെയുള്ളതായ ജീവരാശിയും നാഗങ്ങളും അതേപോലെ തന്നെ രാക്ഷസന്മാരും ദൈത്യന്മാരും എല്ലാവരും ഇതെല്ലാം ഭഗവാന്റെ ഭാഗമാണ്. ഇതെല്ലാം ഒന്നായി നിൽക്കുന്ന ആ വിശ്വരൂപം കാണിച്ചു തരും. ഈ ലോകം ഭഗവാന്റെ വിശ്വരൂപമാണ്. ആ വിശ്വരൂപത്തിൻ്റെ ഒരു അംശമായിട്ട് നമ്മൾ ധരിച്ചിരിക്കുന്നു. നാം ഭഗവാനെ ഉള്ളിലേക്ക് നോക്കിയാൽ, അതാണ് അക്ഷയതൃതീയ നമ്മെ പഠിപ്പിക്കുന്നത്, ഉള്ളിലേക്ക് നോക്കി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ അനന്തമായിരിക്കുന്ന അഖിലേ പശ്യാമി മേൽപത്തൂര് നാരായണ ഭട്ടതിരി ഇവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ട് നാരായണീയത്തിലൂടെ നമ്മെ പാടിക്കേൽപ്പിച്ചല്ലോ. ഞാനിതാ കൺമുന്നിൽ കാണുന്നു ആ ഭഗവാനെ, അമൃതധാരയെ, അനന്തകോടി സൂര്യന്മാരുടെ തേജസ്സുള്ളതായ അമൃതധാരയെ ഞാനിതാ കാണുന്നു അദ്ദേഹം കണ്ടുകൊണ്ട് പാടിക്കേൽപ്പിച്ചു. അത് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ കാണിച്ചു തരികയാണ് ഭാഗവതം. 12 സ്കന്ധങ്ങളിലായിട്ട് ഭഗവാന്റെ അവതാര കഥകളെല്ലാം ഇതിൽ കൂടി നമ്മെ കേൾപ്പിക്കുകയാണ് ശുഖബ്രഹ്മർഷിക്ക് ഇത് ലഭിച്ചത് വ്യാസഭഗവാനിൽ നിന്നിട്ട്, അദ്ദേഹത്തിന് അത് ലഭിച്ചത് നാരദനിൽ നിന്നിട്ട്, അദ്ദേഹത്തിന് അത് ലഭിച്ചത് ബ്രഹ്മാവിൽ നിന്നിട്ട്, ബ്രഹ്മാവിന് അത് ലഭിച്ചത് ഭഗവാൻ നാരായണനിൽ നിന്നിട്ട്. ഇതാണ് അതിൻ്റെ പരമ്പര. ഭഗവാൻ നാരായണനാണ് ഇതിൻ്റെ മുഴുവൻ സ്രോതസ്. കാരണം അദ്ദേഹത്തിൻ്റെ കഥയാണിത്. അദ്ദേഹം അനേകം അവതാരങ്ങൾ കൈക്കൊണ്ടു ഈ ലോകത്തെ ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ നയിക്കുന്നതിന് വേണ്ടിയിട്ട്, മത്സ്യമായിട്ട്, കൂർമ്മമായിട്ട്, വരാഹമായിട്ട്, അങ്ങനെ അദ്ദേഹം ചെയ്ത അവതാര കഥകളെല്ലാം ഇതിഹാസ പുരാണങ്ങളിൽ കാണാം. 24 അവതാര കഥകൾ ഇതിനകത്ത് ഭാഗവതത്തിൽ തന്നെ കേൾക്കാം. ഈ ഭാഗവതം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഭഗവാൻ വാസുദേവകൃഷ്ണൻ തന്നെയാണ്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ഭാഗവതം എന്ന് പേരുള്ളതായ ഈ പവിത്രമായിരിക്കുന്ന പുരാണ ഗ്രന്ഥമുണ്ടല്ലോ, അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന പ്രത്യക്ഷനായിട്ടുള്ള കൃഷ്ണയേവഹി, കൃഷ്ണൻ തന്നെയാണ്. ഈ ഭാഗവതം കൃഷ്ണൻ തന്നെയാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാണുന്ന രൂപത്തിൽ അദ്ദേഹം ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ സഞ്ചരിച്ചു. എന്നിട്ട് അദ്ദേഹം ധാർമ്മികന്മാരെയും മുഴുവൻ രക്ഷിച്ചു. അധാർമികന്മാരെ അവരുടെ തെറ്റെന്തെന്ന് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് വേണ്ടുന്ന ശിക്ഷ കൊടുത്ത് അവരെ പഠിപ്പിച്ച് അവരെയും ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ കൊണ്ടുപോയി. ഒരൊറ്റ ആളിനെയും നശിക്കാൻ അനുവദിച്ചില്ല. എല്ലാവരെയും അദ്ദേഹം സമുദ്ധരിച്ചു.